നല്ലത് അല്ലെങ്കിൽ നന്മ വരേണ്ട സ്ഥാനങ്ങളിൽ നിന്ന് അതിന് വിപരീതമായി കടന്നു വരുന്ന നന്മ. ഇപ്പോൾ തൊഴിലിടത്തിൽ നിന്ന് വരുമാനത്തിന് പകരം വരുമാനം ലഭിക്കുന്നുണ്ട്, പക്ഷേ അതിനൊപ്പം വരുന്ന പ്രശ്നം, സ്ട്രഗിൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി സന്തോഷം വരേണ്ട സ്ഥാനങ്ങളിൽ നിന്ന്, കുടുംബത്തിനകത്ത് നിന്ന്, മക്കളുടെ ജീവിതത്തിൽ നിന്ന്, ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും നല്ലതാണ് വരേണ്ടത്, പക്ഷേ വരുന്നത് തിന്മയാണ്, പ്രശ്നങ്ങളാണ്. ആ അവസ്ഥയ്ക്ക് കർത്താവ് ഇന്ന് അറുതി വരുത്തുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-6 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയായി ഞാൻ വായിക്കട്ടെ. അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിന് ഒരാട്ടിൻകുട്ടിയെ പോലെ കയറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. ചില മാസങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരൻ തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: പാസ്റ്ററെ, ഞാൻ ഇന്ന സ്ഥലത്തായിരിക്കുന്നു, എനിക്കിവിടെ നല്ല ജോലിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത വരുമാനമുണ്ട്, ഞാൻ എന്ത് പ്രതീക്ഷിച്ചാണോ കടന്നു വന്നത് എൻ്റെ കർത്താവ് അതൊക്കെ തരുന്നുണ്ട്, പക്ഷേ എന്നും എനിക്ക് വരുമാനം വരുന്ന ആ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളാണ്, എന്നും പ്രശ്നങ്ങളാണ്. ഒരു ദിവസവും എനിക്ക് സന്തോഷത്തോടെ ജോലി സ്ഥലത്തായിരിക്കുവാനോ കടന്നു വരുവാനോ കഴിയുന്നില്ല. എനിക്ക് ഉറക്കമില്ല, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഈ ജോലി കളഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിന്റെ ചിന്തയെ മാറ്റിവെക്ക്. ദൈവം നിനക്ക് സന്തോഷത്തോടെ അവിടെ ആ ജോലിയിൽ തുടരുവാനുള്ള അവസരത്തെ ഒരുക്കുക. അതിന് തടസ്സമായി തൊഴിലിടത്തിൽ നിന്ന് വരുന്ന ചില വാക്കുകളെ എൻ്റെ കർത്താവ് ക്യാൻസൽ ചെയ്യുക. ചില ഓർഡേഴ്സിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ഓർഡറുകളെ കർത്താവ് ക്യാൻസൽ ചെയ്യുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ചില വ്യക്തികളുടെ ഇടപെടലുകൾ, ആമേൻ, അത് ചില വ്യക്തികളുടെ ഇടപെടലാണ് നിനക്ക് വിരോധമായി പ്രശ്നമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിനക്കവിടെ ഒരു സ്ട്രെസ് തരുന്നത്, അല്ലേ സഹോദരി? ചില വ്യക്തികളുടെ ഇടപെടലുകൾ, ചിലരൊന്ന് അടുത്ത് വന്ന് സംസാരിച്ചാൽ മതി, അന്നത്തെ ദിവസം പോക്കാം. ചിലർ വിശേഷം ചോദിച്ചാൽ മതി, അന്നത്തെ ദിവസം പോക്കാം. ചില മനുഷ്യർ അങ്ങനെയാണ്. ആമേൻ. ഇപ്പോൾ നല്ല മനുഷ്യർ നമ്മുടെ അടുക്കലെത്തുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രൈസർ കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ദൈവമക്കളാണ്, ദൈവവചനം കേൾക്കുന്നവരാണ്. നിങ്ങൾ അടുത്തെത്തുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്കൊപ്പമുള്ളവരിലേക്ക് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദൈവ സാന്നിധ്യം അവരിലേക്ക് വ്യാപരിക്കും. ഇതുപോലെയാണ് ദുഷ്ടത ആഗ്രഹിക്കുന്ന, പിശാചിനെ സേവിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എപ്പോഴും ദോഷം നടക്കണം, അവർ കരഞ്ഞു കാണണം, അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങളൊന്നും ഉണ്ടാകരുത്. സന്തോഷത്തിൻ്റെതായ ഒരു വാർത്ത പറഞ്ഞാൽ ചിലരുടെ മുഖമൊക്കെ അങ്ങ് മാറും. പക്ഷേ നീ ഒന്ന് കരഞ്ഞു കണ്ടാൽ, നിൻ്റെ മുഖത്തൊരു ചെറിയ നിരാശയുടെ സങ്കടത്തിൻ്റെ അനുഭവം കണ്ടാൽ ചിലരുടെ മുഖമൊക്കെ ഇങ്ങനെ പൂ വിരിയുന്നത് പോലെ വിരിയും. അങ്ങനെയുള്ള മനുഷ്യരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അവരുമായിട്ട് ചേർന്ന് വരുമ്പോൾ തന്നെ പ്രശ്നമാണ് തൊഴിലിടത്തിലെ ആ പ്രശ്നത്തിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. അപ്പോൾ ആ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞു. ഞങ്ങളിങ്ങനെ പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രിയ സഹോദരനും ചേർന്ന് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഒപ്പം ഉപവാസം ക്രമീകരിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്കായിട്ട് പരിഹരിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ദുഷ്ടമനുഷ്യരുടെയും അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക സ്വാധീനത്താലും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാനായിട്ട്, അത് മാനസികമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാകട്ടെ, ശാരീരികമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാകട്ടെ, ഏത് പ്രശ്നത്തിനും ആ ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഉപവസിക്കുവാൻ, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അതിന് അവസരമുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ നോക്കൂ, അങ്ങനെ ആ ബ്രദർ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരനോട് തന്നെ സംസാരിച്ചു. അവിടെ വെളിപ്പെടുന്ന ഒരു പൈശാചിക മണ്ഡലം തന്നെ അവിടെ നിർത്തത്തില്ല എന്ന് പറഞ്ഞ്, അത് ആ തൊഴിലിടത്തിലെ വെല്ലുവിളിയല്ല, നാട്ടിലെ വെല്ലുവിളിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി. ഇവൻ നാട്ടിൽ വന്ന് അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണം എന്ന് പറഞ്ഞ്, അതേ ബ്രദർ, നീ നാട്ടിൽ വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി, സിസ്റ്ററെ, നീ നാട്ടിൽ വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി നിന്റെ ദാരിദ്ര്യവും കഷ്ടതയും പറഞ്ഞ് നടക്കണമെന്ന് അത് കണ്ട് സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വെല്ലുവിളി.
അതിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം, അതിന് കാരണമായ മന്ത്രവാദങ്ങളെയും ആഭിചാരങ്ങളെയും ക്ഷുദ്രപ്രയോഗങ്ങളെയും ദൈവം തകർക്കുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ തൊഴിലിന് വിരോധമായി, നിന്റെ തലമുറകളുടെ സന്തോഷങ്ങൾക്ക് വിരോധമായി, അവരുടെ ഭാവിക്ക് വിരോധമായി, അവരിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം പുറത്തു വരരുതെന്ന്. സിസ്റ്ററെ, നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം പുറത്തു വരരുതെന്ന്, നിന്റെ ആരോഗ്യത്തിൽ നീ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആഭിചാരങ്ങളുടെ ക്ഷുദ്രപ്രയോഗങ്ങളുടെയും എഴുന്നു നിൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ ദൈവം തകർക്കുക. ഓ ഷബാറി ഖലമ ഷെക്കനെ യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. നോക്കൂ, അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, അർത്ഥം അത് തകർന്നു. അവിടെ പ്രിയ ബ്രദർ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ആ പൈശാചിക വ്യാപാരത്തെ തകർക്കുവാൻ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ ദൈവം പ്രിയ ബ്രദറിനെയും പ്രൈസർ ഫാമിലിയും ശക്തിപ്പെടുത്തി. ഇവിടെ നോക്കൂ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിങ്ങൾ കേട്ടത്, ശിംശോനും തൻ്റെ അപ്പനായ മനോഹയും തൻ്റെ അമ്മയും കൂടെ യാത്ര പോവുകയാണ്. അപ്പോൾ തിമ്നയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രാ മധ്യേ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. മുന്തിരി യഹൂദനെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് വഴിയാത്രക്കാരെ സംബന്ധിച്ച് അത് മുന്തിരി ആഹാരമാണ്, മുന്തിരി ദാഹം തീർക്കുന്ന കാര്യമാണ്. ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് മുന്തിരി രക്ഷയാണ്. ഇങ്ങനെ പല നിലകളിൽ മുന്തിരിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എവിടെയാണോ രക്ഷയായി തീരേണ്ട അനുഭവമുള്ളത്, എവിടെയാണോ ദാഹം തീരേണ്ടത്, എവിടെയാണോ മധുരം നുകരേണ്ടത്, എവിടെയാണോ സന്തോഷം വരേണ്ടത്, അവിടെ നിന്ന് ഒരു സിംഹം കടന്നു വരുന്നു. സിംഹം, ആമേൻ. ബൈബിളിൽ സിംഹം എന്ന് എഴുതിയിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, പിശാചിനെ പിക്ചറൈസ് ചെയ്യുവാനാണ് സിംഹം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, പിശാച് അലർന്ന സിംഹം എന്ന പോലെ വരുന്നു. എങ്ങനെ? പിശാച് അലർന്ന സിംഹം എന്ന പോലെ വരുന്നു. അപ്പോ ആമേൻ, ആ പിശാചിൻ്റെതായ പ്രവൃത്തി എവിടെ നിന്ന്? സന്തോഷമായി തീരേണ്ട ഇടങ്ങളിൽ നിന്ന്, അവിടെ നിന്ന് തന്നെ. സിസ്റ്ററെ, നിന്റെ കുടുംബജീവിതം സന്തോഷമായിരിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത്, ഇത്രയും വിട്ടുവീഴ്ച ചെയ്യുന്നത്, പലതും കണ്ടില്ല എന്ന് നടിക്കുന്നത്, പല ഇഷ്ടങ്ങളും നീ വേണ്ട എന്ന് വയ്ക്കുന്നത്. നിന്റെ കുടുംബജീവിതം സന്തോഷമായിരിക്കണം. പക്ഷേ ആ സന്തോഷം വരുന്നില്ല. ആ സന്തോഷം വരേണ്ട സ്ഥാനത്ത് നിന്ന് സിംഹം, ആ സിംഹത്തെ കീറിക്കളയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. ശിംശോനുമേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ബ്രദർ, നിന്റെ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന, ആ സന്തോഷത്തിന് മുന്നേ പുറപ്പെട്ടു വരുന്ന ആ സിംഹത്തെ, ആ പിശാചിന്റെ പദ്ധതിയെ കീറിക്കളയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന നിന്റെ മേൽ വരിക. ആ തൊഴിലിടത്തിൽ നിന്ന്, ആ ബിസിനസ് മേഖലയിൽ നീ ആഗ്രഹിച്ച ആ ഒരു വർധനവിന് വിരോധമായി അവിടെ നീ പ്രാപിക്കേണ്ട ഒരു വിശാലതയുണ്ട്, ഒരു വർധനമുണ്ട്, നീ നേടിയെടുക്കേണ്ട പലതുമുണ്ട്, മാന്യതയുണ്ട്, സന്തോഷങ്ങളുണ്ട്, പേരുണ്ട്. പക്ഷെ വരുന്നത് മുഴുവൻ പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിനക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ, ജോലിയുണ്ട്, പക്ഷേ അതിനൊത്തവണ്ണമുള്ള ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു പേര്, ആ ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ചിലയിടങ്ങളിൽ നിൽക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനർത്ഥം ആ പേര് വരേണ്ട സ്ഥാനത്ത്, ആ സന്തോഷം വരേണ്ട സ്ഥാനത്ത് സിംഹം അലറി വരുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങ്. അതിനെ കീറിക്കളയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരിക. നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഓരോ സമയത്തും അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചിലതുണ്ട്, അല്ലേ മാതാവേ, പിതാവേ? ബ്രദർ, നിന്റെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് മുഴുവൻ നീ ആഗ്രഹിച്ചത് അവരൊരു നിലയ്ക്കാക്കുമ്പോൾ അവരിലൂടെ ഒരു സന്തോഷം വരും. പക്ഷെ അവരിലൂടെ സന്തോഷമല്ല വരുന്നത്, സിംഹമാണ്. ആമേൻ. അവരുടെ വാക്കുകൾ സിംഹമായി മാറിയിരിക്കുന്നു. മക്കളെ എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് പപ്പാ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നില്ല. ആമേൻ. അവർ പറയുന്ന കാര്യങ്ങൾ വേറെയാണ്. നീ ജീവിച്ചത് മുഴുവൻ അവർക്ക് വേണ്ടിയാണ്. പക്ഷേ അവർക്ക് അല്പം പോലും നിന്റെ സ്വസ്ഥമായൊരു ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ, മീൻസ് നിനക്കൊരു ചുമല് തരുവാൻ അവർക്ക് വയ്യ. അവരവരുടെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോവുകയാണ്, ലോകത്തിന് പിന്നാലെ പോവുകയാണ്. അവർ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നതിനേക്കാൾ നിന്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന പരാതി കേൾക്ക്. അവരിൽ നിന്ന് വരേണ്ട സന്തോഷത്തിന് വിരോധമായി കടന്നു വരുന്ന സിംഹത്തെ കീറിക്കളയുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ കാര്യങ്ങളിൽ ശക്തി പകരുക. യെസ്, ആ സിംഹം കീറപ്പെടുക. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നീ അനുഭവിക്കേണ്ട സന്തോഷങ്ങൾ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, കർത്താവിൻ്റെ വേലക്കാരി എന്ന നിലയിൽ നീ അനുഭവിക്കേണ്ട സന്തോഷം കടന്നു വരേണ്ട സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ സന്തോഷമല്ല കടന്നു വരുന്നത്, സിംഹമാണ്. കടിച്ചു കീർക്കണം. പേടിയാണ്, പേടി. ആമേൻ. ചിലർ പേടിയോടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്.
ഏത് മേഖലയിലും ആമേൻ നല്ലത് കടന്നു വരേണ്ടടുത്ത് പേടിയാണ്. ഭർത്താവ് കടന്നു വരുമ്പോൾ സന്തോഷമാണ്, പക്ഷേ പേടി ഭയന്നായിരിക്കുന്നുണ്ട്. മദ്യപിച്ച് ബോധം കെട്ട് വരുന്ന ഭർത്താവ് എങ്ങനെ ആയിരിക്കും ഇടപെടുന്നത്? ഉപദ്രവിക്കുമോ? എന്താണ് ചെയ്യുവാൻ പോകുന്നത്? എന്താണ് പറയുവാൻ പോകുന്നത്? പ്രിയ മാതാവേ, നിന്റെ മക്കളുമായിട്ട് നീ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുക. മദ്യപാനിയായ ഭർത്താവ് മുഖാന്തരം കേൾക്ക്, ആ ഭയപ്പാടിന് എൻ്റെ യേശു അറുതി വരുത്തുകയാണ്. അമ്മേൻ. നോക്കൂ, അവൻ സിംഹം ചാടി വന്നു, റിയാലിറ്റിയാണ്. പക്ഷേ ഒപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോനുമേൽ വന്നു. ആ പ്രതിസന്ധിയെ ജയിക്കുവാൻ, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വെല്ലുവിളിയെ ജയിക്കുവാൻ, നിന്നിലേക്ക് വരേണ്ട സന്തോഷം, കടന്നു വരേണ്ട സ്ഥാനത്ത് കടന്നു വരുന്ന ആ പ്രതിസന്ധിയെ, തിന്മയെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എങ്ങനെയെന്നോ? പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും ആ തിന്മയെ, ആ വെല്ലുവിളിയെ കീറിക്കളയുവാനുള്ള ശക്തി പ്രാപിക്കുവാനും നന്മ അനുഭവിക്കുവാനുമുള്ള അവസരമുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് വചന ധ്യാനത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഉറ്റിരിക്കുവാനുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കമൻറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അപ്പോൾ കമൻറ്റ് ചെയ്യുക. വലിയ ബ്ലെസ്സിംഗ് ആണ്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. ഓർക്കുക, തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പ്രാർത്ഥനയോടെ കടന്നു വരിക. വിടുതലോടെ മടങ്ങാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കർത്താവിൽ നിന്ന് പ്രാപിക്കാം. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ നന്മ വരേണ്ട സ്ഥാനത്ത് തിന്മ വരുന്നു. തൊഴിലിടത്തിൽ നിന്ന് തിന്മ വരുന്നു. കുടുംബത്തിനകത്ത് നിന്ന് തിന്മ വരുന്നു. ആ സിംഹത്തെ പോലെ മക്കൾ അലറി പായുന്നു. ഷബാറി ധലമാ ജയനെ ഭർത്താവ് ഭാര്യ എല്ലായിടത്തും പ്രശ്നമാണ് കർത്താവെ. ആ പ്രശ്നങ്ങളെ അവയെ കീറിക്കളയുവാനുള്ള ശക്തി സ്വർഗം അങ്ങ് പകരണമേ. ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തൊഴിൽ സംബന്ധമായ എല്ലാ വെല്ലുവിളികളുമായിരിക്കും മാറട്ടെ. തൊഴിലിടത്തിൽ ഇവർ സന്തോഷം അനുഭവിക്കട്ടെ. ദൈവികമായ സമാധാനവും വിടുതലും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണമേ. രോഗാതുരമായ നാഡീ നരമ്പുകളെയും കോശങ്ങളെയും അവയവങ്ങളെയും അങ്ങ് സൗഖ്യമാക്കണമേ. ജന്മനാളുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം കൂടിയിരിക്കണമേ. അവരുടെ വിദ്യാഭ്യാസം, ഭാവി, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ കാത്തിരിപ്പുകൾ കടന്നു വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. അവർ കാത്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. യേശുവേ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വർഗം അങ്ങ് മാനിക്കണമേ. കുടുംബങ്ങളെ സ്വർഗം അങ്ങ് ഒരുക്കണമേ. പുതിയ സന്തോഷത്തിനായി സഭകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മാനിക്കണമേ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കളില്ലാത്തവർക്ക് വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ഓ, കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടകൾ ജപ്തി നടപടികൾ നീങ്ങിപ്പോകട്ടെ. യേശുവേ, ബിസിനസ്സുകൾ ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. വലുതും ചെറുതുമായ എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങളും ചേർന്ന് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. ആ വെല്ലുവിളിയെ നീക്കി നന്മ വരേണ്ടിടത്ത് നിന്ന് നന്മയെ വരുത്തി ആ നന്മയെ അനുഭവിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. നാളെ ദൈവമനുസരിച്ച് നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും
വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.